അമേരിക്കയുടെ ഏറ്റവും ശക്തമായ നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയറാണ് USS എബ്രഹാം ലിങ്കൺ. അതായത് കടലിലൂടെ ഒഴുകുന്ന അമേരിക്കയുടെ സൈനിക സാമ്രാജ്യം. ഈ യുദ്ധക്കപ്പലിന് നേരെയുള്ള ഏതാക്രമണവും അമേരിക്കയിൽ ബോംബിടുന്നതിന് തുല്യമാണ്. കടലിന് നടുവിൽ പൂർണ്ണ സജീവതയിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരത്തെക്കാൾ വലിയ യുദ്ധതന്ത്രം. ആയിരക്കണക്കിന് ജീവനക്കാർ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, മിസൈലുകൾ, ഇന്ധനശേഖരം, നിരീക്ഷണ ഉപകരണങ്ങൾ, റഡാർ സംവിധാനങ്ങൾ തുടങ്ങി ഈ വിമാനവാഹിനി കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്ക് യഥാർത്ഥത്തിൽ ഒരു സൈനിക നഗരം തന്നെയാണ്. ഏത് നിമിഷവും ഒരു യുദ്ധം നേരിടാൻ സർവ്വസജ്ജമാണ് എബ്രഹാം ലിങ്കൺ. യുദ്ധമുണ്ടായാൽ കൂടുതൽ വേഗതയിലും കൃത്യതയിലും ആക്രമണം നടത്തുവാൻ കഴിയുന്ന രീതിയിലാണ് എബ്രഹാം ലിങ്കണിലെ ഓരോ നിമിഷത്തെയും പ്രവർത്തനം. ഓരോ ചലനത്തിനും കൃത്യമായ പരിശീലനം. കപ്പലിലുള്ള ഓരോ വ്യക്തിക്കും ചുമതല കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. ഓരോ സെക്കൻഡിനും നിർദ്ദേശം. ഫ്ലൈറ്റ് ഡെക്കിൽ എപ്പോഴും അശാന്തമായ അന്തരീക്ഷമാകും ഉണ്ടാവുക. ജെറ്റ് എഞ്ചിനുകളുടെ ശബ്ദം പലപ്പോഴും 140 ഡെസിബൽ വരെ ഉയരത്തിലായിരിക്കും. മനുഷ്യർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ശബ്ദം. പറക്കാൻ തയ്യാറെടുക്കുന്ന യുദ്ധവിമാനങ്ങൾ. മിസൈലുകളിൽ ഇന്ധനം നിറയ്ക്കപ്പെടുകയും ലോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ എബ്രഹാം ലിങ്കണിൽ എങ്ങനെയാകും ആശയവിനിമയം നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ആശയവിനിമയം നിയന്ത്രിക്കപ്പെടുന്നത് നിറങ്ങളിലൂടെയാണ്. ഓരോ വിഭാഗത്തിനും പ്രത്യേകം നിറമുള്ള ജേഴ്സി നൽകുന്ന റെയിൻബോ വാർഡ്രോബ് സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇന്ധന വിഭാഗത്തിലെ ജീവനക്കാരാണ് പർപ്പിൾ നിറത്തിലുള്ള ജേഴ്സി ധരിക്കുന്നവർ. ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനം സുരക്ഷിതമായ വിമാനങ്ങളിൽ പമ്പ് ചെയ്യുന്നത് ഇവരുടെ ചുമതലയാണ്. ഒരു ആക്രമണ ദൗത്യത്തിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഈ ഘട്ടം. ഇന്ധനം നിറയ്ക്കപ്പെടുമ്പോഴാണ് യുദ്ധവിമാനം ശത്രുവിന് മേൽ ഭീഷണി ഉയർത്തുവാനുള്ള ശേഷി നേടുന്നത്. ചുവപ്പ് നിറത്തിലുള്ള ജേഴ്സി ആയുധ വിഭാഗമാണ് ധരിക്കുന്നത്. ഇവരാണ് ബോംബുകളും മിസൈലുകളും വെടിയുണ്ടകളും വിമാനത്തിൽ സജ്ജമാക്കുന്നത്. ഫ്ലൈറ്റ് ഡെക്കിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിശ്ചയിക്കുന്ന നിറമാണ് അത്. വിമാനങ്ങളുടെ ചലനം നിയന്ത്രിക്കുന്ന ഡെക്ക് ഡയറക്ടർമാരാണ് മഞ്ഞ നിറത്തിലുള്ള ജേഴ്സി ധരിക്കുന്നവർ. വിമാനങ്ങളെ കാറ്റപ്പൾട്ടിലേക്ക് എത്തിക്കുന്നതും വിക്ഷേപണത്തിനുള്ള അവസാന സിഗ്നൽ നൽകുന്നതും ഇവരുടെ ചുമതലയാണ്. അതായത് യുദ്ധകാഹളം മുഴക്കുന്നത് ഇവരാണെന്ന് അർത്ഥം. പച്ച ജേഴ്സി ധരിക്കുന്നത് ലോഞ്ച് ക്രൂ ആണ്. കാറ്റപ്പൾട്ടുകളും അറസ്റ്റിംഗ് വയറുകളും നിയന്ത്രിക്കുന്നത് ഇവരാണ്. നീല ജേഴ്സി ധരിക്കുന്നവർ സുരക്ഷാ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. വിമാനങ്ങളെ വലിച്ചുകൊണ്ടുപോവുകയും ലിഫ്റ്റുകൾ പ്രവർത്തിപ്പിക്കുകയും വിമാനങ്ങളെ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ജോലികളെല്ലാം നിർവഹിക്കുന്നത് ഇവരാണ്. കടലിലെ ഒരു ചെറിയ കുലുക്കം പോലും അപകടകരമാകാതിരിക്കാനാണ് ഈ സുരക്ഷ ഒരുക്കുന്നത്. തവിട്ട് നിറത്തിലുള്ള ജേഴ്സി ധരിക്കുന്നത് പ്ലെയിൻ ക്യാപ്റ്റന്മാരാണ്. ഓരോ വിമാനത്തിന്റെയും പൂർണ്ണ തയ്യാറെടുപ്പ് ഉറപ്പാക്കുന്നത് ഇവരാണ്. ഇവരുടെ റിപ്പോർട്ടാണ് പൈലറ്റ് ആശ്രയിക്കുന്നത്. ഒരു ആക്രമണ ദൗത്യത്തിന് വിമാനം തയ്യാറെടുക്കുന്ന അന്തിമഘട്ടമാണ് ഇത്. സുരക്ഷാ നിരീക്ഷകരാണ് വെള്ള ജേഴ്സി ധരിക്കുന്നവർ. നടപടിക്രമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഇവരാണ്. യുദ്ധപ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും തുടർച്ചയും ഉറപ്പാക്കാനുള്ള നിയന്ത്രണ സംവിധാനമാണ് ഇത്. ഈ കളർ കോഡിംഗ് സംവിധാനം USS എബ്രഹാം ലിങ്കണിൽ മാത്രമല്ല, അമേരിക്കൻ നാവികസേനയിലെ എല്ലാ വിമാനവാഹിനി കപ്പലുകളിലും നിർവഹിക്കപ്പെടുന്നുണ്ട്. അതായത് ഇതൊരു സ്ഥിരം സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന വ്യവസ്ഥയാണ് എന്നർത്ഥം. ഏത് കപ്പലിലേക്ക് മാറിയാലും ഒരേ നിറവും ഒരേ ചുമതലയും ഒരേ നിയമങ്ങളുമാകും ബാധകമാവുക. ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് വിമാനം പറക്കുക എന്നത് അത്യന്തം അപകടകരമായ പ്രക്രിയയാണ്. എന്നാൽ അമേരിക്ക അത് ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയോടെയാണ് നിർവഹിക്കുന്നത്. ഈ കൃത്യത തന്നെയാണ് യുദ്ധരംഗത്ത് എബ്രഹാം ലിങ്കണ് വേഗത്തിലുള്ള ആക്രമണം നടത്തുവാൻ കരുത്താകുന്നത്.